ഇക്കഴിഞ്ഞ ദിവസം UAE-ൽ ഇന്ത്യൻ വനിതയുടെ വധശിക്ഷ നടപ്പാക്കി. ആ പെൺകുട്ടിയുടെ പേര് ഷഹസാദി ഖാൻ. അവൾ ചെയ്ത കുറ്റം തൊഴിലുടമയുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി. എന്തായാലും പുണ്യമാസമായ മാർച്ച് 5-ന് അവളുടെ മയ്യത്ത് കബറടക്കി. ഈ കാര്യങ്ങൾ അധികം ആരും അറിഞ്ഞിട്ടുണ്ടായില്ല. കാരണം ഒരു പത്രങ്ങളിലോ വലിയ വാർത്തകളായിട്ടോ ഒന്നും ഉണ്ടായില്ല. ഒരു സംഘടനകളും ഇതിനെപ്പറ്റി ഒന്നും പറയുകയോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് ആൾ പോവുകയോ അല്ലെങ്കിൽ പിരിവെടുത്ത് കോടികൾ ബ്ലഡ് മണിയായിട്ട് കൊടുക്കുകയോ ചെയ്യാനൊന്നും ഈ പെൺകുട്ടിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോരും അറിയാതെ മാതാപിതാക്കൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവൾ കുറ്റം ചെയ്തോ ഇല്ലയോ അത് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷേ അവൾ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അവളെ നിരന്തരം ചോദ്യം ചെയ്യേ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ അവരോട് പറഞ്ഞ് ഞാനാണ് കുഞ്ഞിനെ കൊന്നതെന്ന്. അതവർ പെൺകുട്ടി അറിയാതെ വീഡിയോയിൽ പിടിച്ചിട്ട് തെളിവാക്കിയെടുത്തു. അങ്ങനെയാണ് അവസാനം അത് വധശിക്ഷയിലെത്തിയത്. പക്ഷേ UAE പോലുള്ളൊരു രാജ്യത്ത് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാരണം എല്ലാ തെളിവുകളോടും കൂടി തന്നെ എല്ലാം നോക്കിയിട്ട് UAE പോലുള്ള അറബ് രാജ്യത്ത് ഇങ്ങനെയൊരു വധശിക്ഷയൊക്കെ നടപ്പാക്കുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും പെൺകുട്ടി കുറ്റം ചെയ്തിട്ടില്ല. ഇവരുടെ നിരന്തരമായ ചോദ്യം ചെയ്യൽ അങ്ങനെ പറഞ്ഞു പോയതായെന്ന് പറയുന്നു. പെൺകുട്ടിക്ക് അറിയാമായിരുന്നു എന്നെ തൂക്കിലേറ്റും വധശിക്ഷ നടപ്പാക്കുമെന്ന്. അവളൊരു ദിവസം അച്ഛനെ വിളിച്ചിട്ട് അവസാനം എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാനും ഇതെൻ്റെ അവസാന കോളായിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ അവളുടെ വധശിക്ഷയും കഴിഞ്ഞു. പക്ഷേ ഇതുപോലെ ഇന്ത്യയിൽ പലതും നടന്നിട്ടുണ്ട്. നമ്മുടെ ഇസ്രായേലിലുള്ള നിമിഷയായാലും ഇതിനു മുമ്പ് സൗദിയിലുള്ളതായാലും എല്ലാം ഒരുപാട് സംഘടനകൾ ഒരുപാട് പൈസകളൊക്കെ സ്വരൂപ് കൂട്ടി ബ്ലഡ് മണിയായിട്ട് കൊണ്ടു കൊടുക്കുകയും അതിനുവേണ്ടി ഇവിടുന്ന് വക്കീലന്മാരും ആൾക്കാരും ഒക്കെ പോവുക അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഈ പെൺകുട്ടിക്ക് മാത്രം അങ്ങനെയൊന്നും ഇല്ലാതെ വന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇനി കേരളത്തിലുള്ളവരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? UP-യിലൊന്നും ഇങ്ങനെ ആരും സഹായിക്കാത്തത് കൊണ്ടാണോ ബ്ലഡ് മണി സ്വരൂപിക്കുകയോ അല്ല അതൊരു വലിയൊരു വാർത്താ പ്രാധാന്യത്തോടുകൂടി പുറലോകത്തോട്ട് അറിയാത്തതോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വിധികൾ കാണുമ്പോൾ ഒരു കാര്യം വിചാരിക്കുക, ഭൂമിയിൽ 2 മതമേ ഉള്ളൂ. ഒന്ന് ദരിദ്രർ, ഒന്ന് സമ്പന്നർ. അതുമല്ലെങ്കിൽ ഒരുപാട് പിടിപാടുള്ളവർ, ഒരുപാട് പിടിപാടില്ലാത്തവർ. കാരണം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ സമ്പന്നരും പിടിപാടുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു പുറലോകം അറിയാത്തൊരു കാര്യമാകുമ്പോഴാണോ? അതോ അതൊരു സമ്പന്നരൊന്നും അല്ല. ആ പെൺകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.